ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ക്രീക്ക് പാർക്കിലോട്ടാണ്. അപ്പോൾ ഗൈസ്, ഇതിന് നമ്മൾ എൻട്രി ഫീസായിട്ട് ഒരാൾക്ക് 5 ദിറംസ് ആണ് ഗൈസ് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഗൈസ്, ആ മരത്തിലൊരു കിളി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഗൈസ്, നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ഈ പാർക്കിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. നല്ല രസമാണ് കേട്ടോ ആ പാർക്കിൽ. പിന്നെ ഗൈസ്, ഞാനൊരു ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ. ഗൈസ്, നമ്മളിപ്പോൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. ഈ പാർക്കിന് നേരെ എങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് ബീച്ച് കാണാൻ പറ്റും ഗൈസ്. ഗൈസ്, ഇത് അവിടുത്തെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് പോലത്തെ ഒരു സംഭവമാണ്. അവിടെ ഊഞ്ഞാലും എല്ലാം ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഉരുണ്ട് പോകാം. നല്ല രസമുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. പിന്നെ ഗൈസ്, ഇത് അവിടുത്തെ ബീച്ചാണ് കേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെ ഇറങ്ങി കളിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ കാലൊക്കെ നനയ്ക്കാം കേട്ടോ, അല്ലാതെ ഇവിടെ ഇങ്ങനെ സ്വിം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു കായൽ പോലെ തോന്നും, പക്ഷെ അത് കടലാണ് കേട്ടോ. അധികം തിരമാല ഒന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ജുമേറ ബീച്ചിലോട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾ ഗൈസ് പാർക്കിങ്ങിന് വേണ്ടി ഇവിടെ ഒരുപാട് നേരം കിടന്ന് കറങ്ങി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടി. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ജുമേറയിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബുർജ് അൽ അറബ് കാണാൻ പറ്റും. അതുകൊണ്ടും കൂടെയാണ് ഗൈസ് ഞങ്ങൾ ജുമേറയിലോട്ട് വന്നത്. ഇവിടെ നമുക്ക് കാലൊക്കെ നനയ്ക്കാം കേട്ടോ. അതിനിവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കടലിലൊക്കെ ഇറങ്ങി കാലൊക്കെ നനച്ച് കളിച്ചതിനൊക്കെ ശേഷമാണ് ഗൈസ് തിരിച്ചു വന്നത്.
ഗൈസ് പക്ഷേ ജുമേറയിൽ നല്ല തിരമാല ഉണ്ടായിരുന്നു കേട്ടോ. വലിയ തിരമാലയായിരുന്നു വരുന്നത്. അവരിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. അവിടം വരെ നമുക്ക് പോവാം. അതിനുശേഷം നല്ല ഇറക്കം ഉണ്ടാകും കേട്ടോ. അതിന് അപ്പുറത്തോടെ നമുക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷേ ഇങ്ങോട്ടൊക്കെ നമുക്ക് വരാം കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നോർമലായിട്ടുള്ള പക്ഷേ ഇച്ചിരി വലിയ തിരമാലയായിരുന്നു കേട്ടോ.